പ്പിക്കുന്നു. 1932 ഓസ്ട്രേലിയൻ വയലുകളിലെ എമു യുദ്ധം, മനുഷ്യൻ പക്ഷിയോട് തോറ്റ കഥ. നമസ്കാരം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചരിത്രത്തിന്റെ താളുകളിൽ അത്രയൊന്നും അറിയപ്പെടാതെ കിടക്കുന്ന, എന്നാൽ അതിശയവും ചിരിയും ഒരുപോലെ സമ്മാനിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. യുദ്ധങ്ങൾ പലതുണ്ടായിട്ടുണ്ട് ലോകത്ത്, മനുഷ്യൻ മനുഷ്യനോട്, രാജ്യങ്ങൾ രാജ്യങ്ങളോട്. എന്നാൽ 1932 ഓസ്ട്രേലിയയിൽ നടന്ന ഈ യുദ്ധം അങ്ങനെയൊന്നുമായിരുന്നില്ല. ഇത് ആയുധധാരികളായ മനുഷ്യരും ചിറകുള്ള പക്ഷികളും തമ്മിലായിരുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഓസ്ട്രേലിയയിലെ വയലുകളിൽ നടന്ന മഹാനായ എമു യുദ്ധം. കഥ തുടങ്ങുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരതകൾക്കൊടുവിൽ സമാധാനത്തിന്റെ മരച്ചുവട്ടിൽ പുതിയൊരു ജീവിതം തേടിപ്പിടിച്ച കുറച്ച് സൈനികർ ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ക്യാംപെൻ ജില്ലയിലേക്ക് കുടിയേറി. അവർ അവിടെ ഗോതമ്പ് കൃഷി ആരംഭിച്ചു. നല്ല വിളവെടുപ്പിന്റെ സ്വപ്നങ്ങളുമായി അവർ രാപ്പകലില്ലാതെ അധ്വാനിച്ചു. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് മീതെ ഒരു കറുത്ത ചിറകു വിരിച്ച് എമുക്കൾ പറന്നെത്തി. ഏകദേശം 20,000-ഓളം വരുന്ന ഭീമാകാരന്മാരായ എമു പക്ഷികൾ. കൂട്ടം കൂട്ടമായി അവർ കൃഷിഭൂമിയിലേക്ക് ഇരച്ചുകയറി. കൊമ്പൻ പോത്തുകൾ വയലിൽ ഇറങ്ങിയ പോലെ ചവിട്ടിയും കൊത്തിയും അവർ ഗോതമ്പ് പാടങ്ങൾ നിമിഷനേരം കൊണ്ട് തകർത്തു തരിപ്പണമാക്കി. കർഷകരായ സൈനികർക്ക് എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. തങ്ങളുടെ വിളകൾ രക്ഷിക്കാൻ അവർക്ക് സൈന്യത്തിന്റെ സഹായം തേടേണ്ടിവന്നു. സൈന്യം യുദ്ധക്കളത്തിലേക്ക്. സഹായം തേടിയുള്ള കർഷകരുടെ അഭ്യർത്ഥന ഓസ്ട്രേലിയൻ സർക്കാരിലെത്തി. അന്നത്തെ പ്രതിരോധ മന്ത്രാലയം ഒരു തീരുമാനമെടുത്തു. ഈ പക്ഷിശല്യം അവസാനിപ്പിക്കാൻ അവർ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചു. മേജർ GPWയിലേക്കുള്ള ലിങ്ക്. മെറിഡിത്തിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സൈനിക സംഘവും കുറച്ച് മെഷീൻ ഗണ്ണുകളും യുദ്ധക്കളത്തിലേക്ക് നീങ്ങി. പക്ഷികളുമായുള്ള ഒരു യുദ്ധത്തിന് സൈന്യം തയ്യാറെടുക്കുകയാണെന്ന് ലോകമറിഞ്ഞപ്പോൾ പലർക്കും അത്ഭുതമായിരുന്നു. ആയുധങ്ങളോട് ഏറ്റുമുട്ടിയ എമുക്കൾ. യുദ്ധം തുടങ്ങി. മെഷീൻ ഗണ്ണുകൾ ഘടിപ്പിച്ച് സൈനികർ എമുക്കളെ ലക്ഷ്യം വെച്ചു. എന്നാൽ അവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. ഈ പക്ഷികൾ വെറും പക്ഷികളായിരുന്നില്ല. മണിക്കൂറിൽ 50 കിലോമീറ്ററിലധികം വേഗതയിൽ ഓടാൻ കഴിവുള്ളവരായിരുന്നു എമുക്കൾ. വെടിയൊച്ച കേൾക്കുമ്പോൾ അവർ ചിതറിയോടും. ഒരു ഭാഗത്തുനിന്ന് വെടിവെക്കുമ്പോൾ മറുഭാഗത്തേക്ക് കൂട്ടമായി പാഞ്ഞുപോകും. ഒരു തന്ത്രവുമില്ലാത്ത ഈ കൂട്ടപലായനം സൈനികരെ വട്ടം കറക്കി. മെഷീൻ ഗണ്ണുകൾക്കുപോലും അവയെ പിടിക്കാൻ കഴിഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. വെടിയുണ്ടകൾ തീർന്നു. സൈനികർ തളർന്നു. പക്ഷേ എമുക്കൾക്ക് യാതൊരു കൂസലുമുണ്ടായിരുന്നില്ല. കൊല്ലപ്പെട്ട എമുക്കളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അവരുടെ എണ്ണം കുറയുന്നതിനു പകരം വിളകൾ നശിപ്പിക്കുന്നത് അവർ തുടർന്നു. മനുഷ്യൻ തോറ്റ യുദ്ധം. ഒടുവിൽ സൈന്യം തോൽവി സമ്മതിച്ചു. ആഴ്ചകൾ നീണ്ട ഈ അവിശ്വസനീയ യുദ്ധം അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. സൈനികരെ പിൻവലിച്ചു. മനുഷ്യൻ തന്റെ ആധുനിക ആയുധങ്ങളുമായി സാധാരണ പക്ഷികളോട് പരാജയപ്പെട്ട ഒരു യുദ്ധം. ഇത് ലോകചരിത്രത്തിലെ ഒരു അപൂർവ സംഭവമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. പ്രകൃതിയോട് ഏറ്റുമുട്ടുമ്പോൾ മനുഷ്യന്റെ സാങ്കേതിക വിദ്യകൾക്ക് പോലും ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇത്തരം കൗതുകങ്ങൾ എന്റെ കൈവശമുണ്ട്. കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ?